മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെയായിരുന്ന ഡോക്ടർ ടി.കെ. നായർ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഉള്ള ഏറ്റവും പ്രധാനമായ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു. അതിനെയൊക്കെ നയിച്ചിരുന്നത് അദ്ദേഹമാണെങ്കിലും എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു, ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എനിക്ക്, ഇതിനൊന്നും എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് പറയരുത്. പ്രധാനമന്ത്രി ചെയ്തുവെന്നോ അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്തുവെന്നോ ഒരു കാര്യവും പറയരുത്. മറിച്ച് ഇതൊക്കെ രാജ്യത്തിലെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രവർത്തിച്ച് അതിൻ്റെ ഫലമാണ്. എല്ലാ ആളുകളുടെയും സമവായത്തോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് രാജ്യത്ത് അന്ന് ഉണ്ടായിരുന്ന ചലഞ്ചസിനെയൊക്കെ അദ്ദേഹം അഭിമുഖീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മറക്കാനാവാത്ത സ്വഭാവം അല്ലെങ്കിൽ മറക്കാനാവാത്ത കാര്യം, സ്വന്തം താല്പര്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇത്ര സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സംശയമാണ് ഇന്ത്യയിൽ വേറെ ഉണ്ടായിരുന്നു എന്ന്. താങ്കൾ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഒപ്പം തന്നെ ഉപദേഷ്ടാവായും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലല്ലാതെ വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന നിമിഷങ്ങളുണ്ടോ? ഒരു നിമിഷമല്ല, പല നിമിഷങ്ങളുമുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞൊരു നിഴൽ പോലെ ഇരുന്ന് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ തോന്നി എന്താ, അത് കഴിഞ്ഞാൽ ഈ മനുഷ്യന് സ്വന്തം താല്പര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ആ വിമർശനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു അമർഷം അല്ല, ആളുകളോട് വിമർശിക്കുന്നവരോട് ഒരു എതിർഭാവമോ അല്ലെങ്കിൽ ഒരു ശത്രുത മനോഭാവം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതാണ് മനുഷ്യനെ ഏറ്റവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ ഇത്ര വിനയാന്വിതനായ ഒരു മനുഷ്യനെ, ഒരു പ്രധാനമന്ത്രി പോകട്ടെ, ഒരു മനുഷ്യനെ കണ്ടുകിട്ടും ബുദ്ധിമുട്ട്. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നതിന് മുമ്പും ഒന്നോ രണ്ടോ അവസരങ്ങളിൽ കാണാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പല അവസരങ്ങളിൽ പ്രാക്ടിക്കലി എല്ലാ ദിവസവും എന്നോണം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ട് വീട്ടിൽ വരുന്ന ആളുകളെ, ഒഫീഷ്യലായിട്ട് വരുന്ന ആളുകളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് അവരെ യാത്ര അയക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആര് അദ്ദേഹത്തെ കാണാൻ വന്നാലും അവരെയൊക്കെ അദ്ദേഹം ഗേറ്റിൻ്റെ അവിടം വരെ കൊണ്ടുവിടുന്നതായിരുന്നു. ഇങ്ങനെ കൈ തൊഴുതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തുല്യരായിട്ടുള്ള മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളോ വന്നാൽ അങ്ങനെ ചെയ്യാമായിരിക്കാം സാധാരണഗതിയിൽ. പക്ഷേ ഇത് ഏതൊരു മനുഷ്യൻ വന്നാലും സാധാരണക്കാരായ ആളുകൾ പലരും അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട്. പല അവസരങ്ങളിലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വകയിൽ നിൽക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു മനുഷ്യന്, അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു പ്രവർത്തനമായിരുന്നില്ല. സ്വന്തം ഹൃദയത്തിൽ നിന്നും വരുന്ന ആ ഭാവനയാണ് എപ്പോഴും നമ്മുടെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുക. അദ്ദേഹം ആളുകളെ ഇങ്ങനെ കൈ തൊഴുത് പിന്നെ ഗേറ്റിൻ്റെ പുറത്തേക്ക് നിർത്തുക, ഗേറ്റിൻ്റെ അല്ല വീടിൻ്റെ വാതിൽക്കലേക്ക് നിൽക്കുക എന്നുള്ള ആ ഒരു കാഴ്ച ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മറക്കില്ല. അങ്ങും മൻമോഹൻ സിംഗും ഔദ്യോഗിക ജീവിതമൊക്കെ അവസാനിപ്പിച്ച് രണ്ടുപേരും വിശ്രമ ജീവിതത്തിലായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം എന്തെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണാനോ അവസാനം അദ്ദേഹത്തെ കണ്ട നിമിഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ 2-3 മാസങ്ങൾക്കൊരിക്കൽ ഞാൻ ഡൽഹിയിൽ പോകാറുണ്ടായിരുന്നു. പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണുമായിരുന്നു. 1 മാസം മുമ്പും കണ്ടിരുന്നു.
പക്ഷെ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ വളരെ മോശമായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രമേഹ രോഗത്തിൻ്റെ അടിമയാണ്. പക്ഷേ ആ പ്രമേഹ രോഗമൊക്കെ ഉണ്ടായിരുന്ന കാലത്തും വളരെ ചുറുചുറുക്കോടുകൂടി അദ്ദേഹത്തിനോട് നടന്ന് സ്റ്റെപ്പ് വെച്ച് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഞാൻ അവസാനമായിട്ട് ഏതാണ്ട് ഒരു മാസം മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നില വളരെ മോശമായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഞാൻ കാണുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗുരുശരൺ കൗർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ അവസാനമായിട്ട് കാണുമ്പോൾ മൻമോഹൻ സിംഗ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശരിക്ക് തിരിയാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഗുരുശരൺ കൗർ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ഇങ്ങനെയാണ്. കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം തീർച്ചയായിട്ടും കേരളത്തിനോട് വളരെ പ്രത്യേകമായൊരു മമത അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളതിനൊരു സംശയമില്ല. പല സോഴ്സസിൽ നിന്നും അല്ലെങ്കിൽ പല ആളുകൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിനോടൊരു ഒരു ചെറിയ വിമർശനം പോലെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചുറ്റിനും കുറേയേറെ മലയാളികളെ കൂട്ടിയിട്ടുണ്ടെന്നൊരു ഒരു പെരുദോഷവും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കേൾക്കുന്നതിനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ എന്നോട് ഒരിക്കലും പറയുകയുണ്ടായി, ഇങ്ങനെ പറയുന്നുണ്ട് ആളുകൾ, നമ്മളെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കൂടെ മലയാളികളെ ഇവിടെ കൂടിക്കൊച്ചിരിക്കുകയാണ്, പ്രധാനമന്ത്രി വളഞ്ഞിരിക്കുകയാണ് മലയാളികൾ എന്ന ഒരു ധാരണ ഒരു പക്ഷം ആളുകളിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ആ വിമർശനത്തെ അദ്ദേഹം കൂട്ടാക്കിയില്ല, തീർച്ചയായിട്ടും ഇല്ല. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള 24 hours എന്ന് പറയത്തക്ക രീതിയിൽ നിഴലായിരുന്നു അദ്ദേഹത്തോട് ഇപ്പോഴും അവിടെ ഉണ്ടാവും ഡൽഹിയിൽ. കേരളത്തിന്റെ ഒരുപാട് വികസന പദ്ധതികളിൽ കയ്യൊപ്പി ചാർത്തിയ ഒരാൾ കൂടിയാണ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് കൊച്ചി തുറമുഖത്തിൻ്റെ വികസനം, അതുപോലെ കൊച്ചിയെ ഒരു അന്താരാഷ്ട്ര തുറമുഖമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നുള്ളതിനൊരു സംശയമില്ല. എനിക്ക് എടുത്തു പറയാനിപ്പം ആ ഒരു കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരിക. കൊച്ചി തുറമുഖത്തിൻ്റെ വികസനമായിട്ട് വെള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ, ഇതൊക്കെ പ്രായോഗികമാക്കുന്നതിൽ അദ്ദേഹം വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. അതുപോലെ അഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുടെ ISROവിൻ്റെ ഒരു സ്ഥാപനം ഇന്നുണ്ട്. ആ സ്ഥാപനവും മൻമോഹൻ സിംഗിൻ്റെ സംഭാവനയാണ്. അധികമാർക്കും അറിയില്ല, പക്ഷേ സ്പേസ് ടെക്നോളജിയുടെ വികസനത്തിന് വളരെയധികം സഹായകമാകുന്ന ഒരു സ്ഥാപനമാണത്. ഇന്ന് വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും അധികം എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിച്ചൊരു പ്രധാനമന്ത്രി രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. ടെലികോം ഇത് കേസുമൊക്കെ ബന്ധപ്പെട്ട് ശരി, അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ന്യായത്തിൽ ഉറച്ചു നിന്നിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ശിഖാന്തം എന്ന് പറയട്ടെ എതിർക്കുന്ന, അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് വരെ എതിർക്കുന്ന ആളുകളോടും അദ്ദേഹം ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയില്ല എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തോ ഇല്ല, ഞാൻ ഇപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഞാനൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളൊരു പ്രകടനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുരുശരൺ കൗർ മാഡത്തിനെ കാണാനായിട്ട് പോകും, തീർച്ചയായിട്ടും പോകും. അത് ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം. ആദ്യം ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗസ്റ്റ് 7 മണിക്ക് സാറേ ലൈവ് ചാനലിലിരിക്കാം. നിങ്ങൾ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ 12:30 മണി വരെ ഇവിടെ ഈ ഫോൺ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് വന്നാലും നമുക്ക് വിരോധമില്ല. എനിക്ക്
ഡോക്ടർ ടി കെ നായർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് ഓർത്തെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ഡോക്ടർ ടി കെ നായർ. ഒരുപാട് കാലം അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം.